റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് VM ഇബ്രാഹിം. റമളാനിലെ വ്രതം നിർബന്ധമാക്കിയത് ജീവിതത്തിൽ ദൈവനിർദ്ദേശങ്ങൾക്കൊത്ത് സൂക്ഷ്മത പുലർത്താൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു പറയുന്നു. ജീവിതം അലസവും അലക്ഷ്യവുമായി കളയേണ്ടതല്ലെന്നും കൃത്യമായ അടുക്കും ചിട്ടയും മാർഗനിർദ്ദേശങ്ങളുമൊത്ത് ചരിക്കേണ്ടതാണ് അതെന്നുമാണ് ദൈവം അനുശാസിക്കുന്നത്. അപ്പോഴേ ജീവിതം അർത്ഥപൂർണമാവുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിന് സർവതലസ്പർശിയായ മാർഗദർശനമാണ് അള്ളാഹു അരുളുന്നത്. അതിന്റെ പ്രയോഗ മാതൃക മനുഷ്യർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകന്മാരെ പടച്ചവൻ നിയോഗിച്ചു. മനുഷ്യരുടെ പ്രയാസങ്ങളിൽ ഉള്ളുരുകുകയും അവരോട് അനുതാപം പുലർത്തുകയും വിശ്വാസികളോട് അലിവും കാരുണ്യവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് ദൈവദൂതനായി നിയോഗിച്ചിരിക്കുന്നത് എന്ന് മുഹമ്മദ് നബിയുടെ നിയോഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ദൈവദൂതുമായി മുഹമ്മദ് നബിയെ സമീപിക്കാറുള്ള ജിബ്രീൽ മാലാഖ ഒരിക്കൽ പ്രവാചകന് ജീവിതത്തിന്റെ ആകത്തുക പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: നീ ദൈവത്തെ കണ്ണിൽ കാണുന്നത് പോലെ അവന് സമ്പൂർണമായി വണങ്ങുക. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. പരീക്ഷണാർത്ഥം താൻ നൽകിയ വിശിഷ്ട ജന്മവും ജീവിതവും മനുഷ്യർ എങ്ങനെ വിനിയോഗിക്കുന്നുവെന്ന് പടച്ചവൻ നിരീക്ഷിക്കുന്നു. നന്മയുടെ വഴികൾ അവന് തുറന്നുകൊടുക്കുന്നു, അവിടേക്ക് വഴികാട്ടുന്നു. തിന്മയുടെ നാശഹേതുകമായ വഴികളെക്കുറിച്ച് അവന് മുന്നറിയിപ്പ് നൽകുന്നു. റമളാനിലെ നോമ്പ് ആരംഭിക്കുമ്പോൾ അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം മാലാഖമാർ വിളംബരം ചെയ്യുന്ന അറിയിപ്പ് ഇങ്ങനെയാണ്: നന്മ കൊതിക്കുന്നവരെ മുന്നോട്ട് വരുവീൻ, തിന്മയിലേക്കായുന്നവരെ മാറി നിൽക്കിൻ. നോമ്പുകാലത്ത് സ്വർഗവാതിലുകൾ തുറന്ന് സച്ചരിതർക്ക് സ്വാഗതമോതുകയാണ് അള്ളാഹു. നാശത്തിന്റെ നരകവാതിലുകൾ കൊട്ടിയടയ്ക്കുകയും ചെയ്യുന്നുണ്ടവൻ. ഇങ്ങനെ സുഹൃതത്തിന് 1000 വഴികൾ തുറന്നുവെച്ച് സുഹൃതികളെ സ്വീകരിക്കാൻ, അവരുടെ അർത്ഥന കേൾക്കാൻ ഞാനിതാ അരികെ തന്നെയുണ്ട് എന്ന് അള്ളാഹു ആമോദത്തോടെ പറയുന്നു. അങ്ങനെ അടിമകളെ അരുമയോടെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന പടച്ചവന് മുന്നിൽ വികൃതി കാണിക്കാൻ ആരാണ് തുനിയുക? അതുകൊണ്ടാണ് വിശ്വാസികൾ ദൈവത്തോടുള്ള ഭക്തിക്കും സൂക്ഷ്മതക്കും സ്ഥാനം കൽപ്പിക്കുന്നത്. വിശ്വാസപൂർവം തന്നെ ജീവനും ജീവിതവും തന്നേൽപ്പിച്ച നാഥനു മുന്നിൽ വിശ്വാസ്യത കളഞ്ഞു കുളിക്കാൻ മടിക്കുന്നത്, ഭയക്കുന്നത്. മദീനയിലെ ഭരണാധികാരിയായിരുന്ന ഉമറിന്റെ കാലത്തെ ഒരു സംഭവം ഏറെ പ്രസിദ്ധമാണ്. പ്രജകളുടെ ജീവിതമറിയാൻ രാത്രികാലം വേഷം മാറി സഞ്ചരിച്ചിരിക്കെ വെളുപ്പാൻ കാലത്ത് ഒരു വീട്ടിൽ നിന്ന് ഉമ്മയും മകളും തമ്മിലുള്ള സംസാരം ഉമർ കേൾക്കുകയാണ്. പാൽ വിറ്റിരുന്ന വീട്ടുകാരി മകളെ വിളിച്ചുണർത്തി പറയുകയാണ്: മോളെ, വേഗം എഴുന്നേൽക്കൂ, നേരം പുലരാറായി. ആളത്തു മുമ്പ് പാലിൽ വെള്ളം അധികം ചേർത്ത് വെക്കണം. മകൾ പറഞ്ഞു: ഉമ്മ, പാലിൽ വെള്ളം ചേർക്കരുതെന്ന് ഖലീഫയായ ഉമറിന്റെ ശാസനയുണ്ടല്ലോ. അതിന് ഉമർ ഇത് കാണാനില്ലല്ലോ എന്ന് ആശ്വസിപ്പിച്ച ഉമ്മയോട് മകളുടെ മറുപടി: അത് ശരിയാണ്, പക്ഷേ അള്ളാഹു കാണുന്നുണ്ടല്ലോ. ആ പാൽക്കാരി പെണ്ണിന്റെ ദൈവഭക്തിയാലുള്ള മറുപടി കേട്ടുനിന്ന ഉമറിന്റെ മനം നിറഞ്ഞു. ഉമറിന്റെ മകൻ അബ്ദുള്ള ഒരിക്കൽ കൂട്ടുകാരുമൊത്ത് യാത്രയിലാണ്. വഴിമധ്യേ അവർ ഭക്ഷണത്തിനിരുന്നു. അതുവഴി ആട്ടിൻപറ്റവുമായി ഒരു ഇടയൻ വന്നു. അബ്ദുള്ള അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഞാൻ ഐച്ഛികമായ നോമ്പിലാണ് എന്ന് അവന്റെ മറുപടി. വേനൽ ചുട്ടുപഴുത്ത ഈ കാലത്ത് നോമ്പ് നോറ്റ് ആടിനെ മേയ്ക്കുന്നത് എങ്ങനെ? എനിക്ക് ഇപ്പോൾ പട്ടിണിക്കാലമാണ്, മറ്റു വഴിയില്ല, അവൻ ഉള്ളു തുറന്നു പറഞ്ഞു. ഇത് കേട്ട അബ്ദുള്ള ചോദിച്ചു: ഈ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒന്നിനെ ഞങ്ങൾക്ക് വിറ്റാൽ ഞങ്ങൾ അറുത്തു മാംസം വേവിച്ച് നിന്നെ തീറ്റാം, നിനക്ക് വില തരികയും ചെയ്യാം. അപ്പോൾ അവൻ പറഞ്ഞു: ഇത് എന്റേതല്ല, യജമാനന്റേതാണ്. ഒരെണ്ണത്തിനെ ചെന്നായ പിടിച്ചെന്ന് പറഞ്ഞാൽ പോരെ? അബ്ദുള്ളയുടെ ചോദ്യം. അതിന് തൽക്ഷണം വന്നു മറുപടി: അപ്പോൾ അള്ളാഹുവോ? യജമാനൻ കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന അവന്റെ ആ സൂക്ഷ്മതയും വിശ്വാസവും കാരണം യജമാനൻ അവനെ തന്റെ സ്വത്തേൽപ്പിച്ച് അവന് തൊഴിൽ നൽകിയിരിക്കുന്നു. അവർ ഇരുവരുടെയും യജമാനനായ അള്ളാഹു ഈ സൂക്ഷ്മതക്ക് അവരെ കടാക്ഷിക്കുന്നു. ഇതര അനുഷ്ഠാനങ്ങളിൽ നിന്ന് ഭിന്നമായി പ്രത്യക്ഷ ലക്ഷണങ്ങളില്ലാത്തതാണ് നോമ്പ്. നോമ്പുകാരനും അള്ളാഹുവും മാത്രമറിയുന്ന അനുഷ്ഠാനം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ സന്തോഷം മുഹമ്മദ് നബി അറിയിച്ചത്: മനുഷ്യരുടെ എല്ലാ കർമ്മവും അവർക്കു വേണ്ടിയാണ്, നോമ്പൊഴികെ. അതെനിക്കുള്ളതാണ്, അതിന് ഞാനാണ് പ്രതിഫലം നൽകുക. തന്നിലർപ്പിച്ച വിശ്വാസം മനുഷ്യർ സാക്ഷാത്കരിക്കുന്നതിന് അള്ളാഹു നൽകുന്ന വിശിഷ്ട സമ്മാനം. റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് VM ഇബ്രാഹിം.